പിന്നെയും ഹലോ, നമ്മുടെ ബാരോസ് സിനിമയുടെ ട്രെയിലറാണ്, ടീസർ എന്തോ വന്നിട്ടുണ്ടേ. അപ്പോൾ അതും കൂടെ എന്തായാലും ഒന്ന്, ബാരോസ് ഒഫീഷ്യൽ ട്രെയിലർ 2 മിനിറ്റിൻ്റെ ബാരോസ് 3D, പക്ക 3D പടമാണ് കേട്ടോ. ഇത് മറ്റേ 2Dയിൽ ഷൂട്ട് ചെയ്തിട്ട് 3D ഫോർമാറ്റിലാക്കണ പരിപാടിയില്ല. 3D ക്യാമറയിലാണ് ഈ സാധനം ഷൂട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ലാലേട്ടനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ പുള്ളി തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരുപാട് ഫോറിൻ ആൾക്കാരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പ്രണവ് മോഹൻലാൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഒരു മൈ ഡിയർ കുട്ടിച്ചാത്തൻ കാണുന്ന ഒരു ഫീൽ കിട്ടുമെന്നാണ് കേട്ടത്. അതായത് പക്ക 3D ഫോർമാറ്റ്, ലിറ്ററലി സ്ക്രീനിൻ്റെ വെളിയിൽ നിന്ന് സാധനം വരുത്തുമായിരിക്കും. ലെറ്റ്സ് സീ ഗൈസ്, ലെറ്റ്സ് വാച്ച്. ബെസ്റ്റ് യൂസ് ഹെഡ്ഫോൺസ് ചെയ്യാം. ആശീർവാദ് സിനിമാസ്, ലാലേട്ടൻ്റെ കൈ. ഞാൻ ബറോസ്. നിധി കാക്കുന്ന ഭൂതം. ഓ ഇസബെല്ല. എന്തുവാണ് ഇത്? ഓ ദിസ് ഈസ്, അതായത് നിങ്ങൾ കണ്ടായിരുന്നു മറ്റേ ആസ്പെക്ട് റേഷ്യോയുടെ വെളിയിലൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള കലാപരിപാടീസ്. ഓ ഏയ്, ഈ സാധനം ട്രെയിലറിൽ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ഭയങ്കരമായിട്ട് നമ്മൾ ആ ട്രെയിലറിൽ നിന്ന് കളയും അത്. മറ്റൊരാളെ ഓർത്ത് തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. ഓ എന്തൊരു ഷോട്ടല്ലേ. സന്തോഷ് ശിവൻ ചുമ്മാ അല്ല. We reveal. ആന്റണി പെരുമ്പാവൂർ. പക്ക ഫാന്റസി സാധനമാണ് കേട്ടോ. സന്തോഷ് ശിവനാണ് ക്യാമറ. ഫാൻറ്റസി പടം മെയിനായിട്ടും. ഞാൻ ഈ സായിപ്പന്മാരെയും മദാമ്മമാരെയും നമ്മളെ നാട്ടിൽ അഭിനയിക്കാൻ വിളിപ്പിച്ച് കഴിഞ്ഞാൽ അവരൊരുമാതിരി 10 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1,00,000 രൂപ അഭിനയം ചെയ്യും. ആ പ്രശ്നം ഇവിടെ ഉണ്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത് ഈ പടത്തിന് മാത്രമല്ല, പൊതുവേ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവർ വളരെ സട്ടിലായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. അവരുടെ അടുത്ത് നിങ്ങൾ ഇത് അഭിനയിക്കൂ എന്ന് പറഞ്ഞാൽ അവർ അഭിനയിച്ച് കളയും. മനസ്സിലായില്ലേ? ഭയങ്കര ഓവറായിട്ട് അവരൊക്കെ അഭിനയിച്ചിരിക്കുന്ന പോലെ എനിക്കൊരു ഫീലിംഗ്. എന്തിനാണെങ്കിലും ഒരു കട്ട ഫാൻറ്റസി സാധനമായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് രീതിയിൽ ടെക്നിക്കലി അവർ ഭയങ്കരമായിട്ടൊക്കെ സാധനങ്ങൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടർ, ഇപ്പം ലാലേട്ടൻ്റെ കൂടെ ഉള്ളൊരു സൈഡ് കിക്ക് ക്യാരക്ടറാണെങ്കിലും എന്തൊക്കെയോ ഒരു നിധിയും ബഹളവും, അത് നിധി കാക്കുന്ന ഭൂതത്തിൻ്റെ കഥ. ജോൺ ഹോനായി അമ്മച്ചിയൊരു ജോണാണ് ഞാൻ. അപ്പോൾ അതുപോലത്തെ ഒരു സാധനമാണ്. 3D എന്നുള്ള രീതിയിലാണ്, പിള്ളേരുടെ പടമാണെന്ന് അന്നേ ലാലേട്ടൻ പറഞ്ഞത്. ദിസ് ഈസ് ഫോർ കിഡ്സ്. ഒരു പ്ലേ പോലത്തെ ഒരു സാധനമാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കണ മറ്റേ വെടിയും പുകയൊന്നുമല്ല. പക്ക വളരെ നീറ്റായിട്ടുള്ളൊരു ഒരു ഫാൻറ്റസി ഐറ്റമാണ്. കുട്ടികൾക്ക് വേണ്ടി കേറ്റർ ചെയ്യുന്നൊരു സിനിമയാണിത്, മുതുക്കുകൾക്കല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ. സോ ഐ തിങ്ക് ദ കിഡ്സ് വിൽ എൻജോയ് ഇറ്റ്. ഇത് എന്നാ റിലീസ്? ഡിസംബർ അല്ലേ? ഡിസംബർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ഹോളിഡേ ടൈമിലൊക്കെ ഫോക്കസ് ചെയ്ത് പിള്ളേരെ കൊണ്ടുപോയി 3D കണ്ണാടിയൊക്കെ വെച്ചിട്ട് പക്ക 3D ആയിരിക്കും. ഇതിൻ്റെ ഒരു ട്രെയിലറിന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 3D പരിപാടി പൊളിയായിരിക്കും. മിക്കവാറും ഞേട്ടും നമ്മൾ. പക്ഷേ പടം മുതുക്കുകൾക്കല്ല, പിള്ളേർക്കാണ്. അവർ റിവ്യൂ ചെയ്യട്ടെ അല്ലേ ലാലേട്ടാ? നമുക്കുള്ള പടം വരുന്നു, തുടരും. നമ്മുടെ തരുൺമുത്തിയുടെ പടമാണത്. നല്ല പടമായിരിക്കും, അത് നല്ലതായിരിക്കും. അപ്പോൾ ആ പടം സത്യം പറഞ്ഞാൽ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ബാരോസിന് വേണ്ടിയിട്ടല്ല. സത്യം വളരെ ഓപ്പണായിട്ട് പറയാനാണെങ്കിൽ തുടരും ആണ് ഞാൻ വെയിറ്റ് ചെയ്യുന്ന പടം. തുടരും ആൻഡ് എംപുരാൻ
ആണ് ഞാൻ കാണാൻ വെയിറ്റ് ചെയ്യുന്ന സിനിമകൾ. ഇത് നമ്മൾ കാണും, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റേതായ അഭിപ്രായമൊക്കെ പറയുന്നത്. കൊച്ചു പിള്ളേരെ ബർത്ത്ഡേ ഞാൻ വന്നിട്ട് എന്തോ അഭിപ്രായം പറയാം. അപ്പോൾ അങ്ങനെ പോട്ടെടേ, ശരി എന്നാൽ ബൈ ജേഴ്സ്. നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം പറയണേ. ശരി എന്നാൽ.